ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിസ റിജക്ഷൻ കൂടുന്നു. ഇന്ത്യയുടെ വിസ റിജക്ഷൻ റേറ്റ് ഫോർ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ ഈസ് നൗ 61%. ആരാണ് ഇതിന് ഉത്തരവാദി? എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇന്ത്യ ലെവൽ 2 കൺട്രി ആയിട്ട് മാറിയപ്പോൾ ഒരുപാട് റിലാക്സേഷൻ കിട്ടും എന്ന് വിചാരിച്ച് നമ്മുടെ പല ഏജൻസും ആപ്ലിക്കേഷൻസ് പോകുമ്പോൾ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ വെക്കുന്നു. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആവാതെ കുട്ടികളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടാനുള്ള കാരണം. അതൊന്ന് നമ്മൾ റീതിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് മനസ്സിലാവുന്ന കാര്യം, GS ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കൂടി. അപ്പോൾ ഈ തലങ്ങ് വിലങ്ങ് ഇത്രയും സീറ്റ്സ് ഇന്ത്യക്ക് അലോക്കേറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രഖ്യാപിത കൗണ്ട് ഇല്ലെങ്കിലും ഓരോ രാജ്യത്തിനെയും വിസ സക്സസ് റിജക്ഷൻ റേഷ്യോ നോക്കുമ്പോൾ നമുക്കൊരു വലിയ വ്യത്യാസം കാണാം. അപ്പോൾ അതായത് ഓരോ രാജ്യത്തിനോടും ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ നിന്ന് ഇത്രയധികം ആപ്ലിക്കേഷൻ വരുമ്പോൾ അവർ തീർച്ചയായും കുറച്ച് ചെക്സ് കൂടുതൽ വെക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈവൻ ജെനുവിനായിട്ടുള്ള സ്റ്റുഡൻറ്റിനും റിജക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഗ്ലോബലി അല്ലെങ്കിൽ ഇന്ത്യ ഫുള്ളായിട്ട് നോക്കുമ്പോൾ 61% കേരളത്തിലെ റേറ്റ്സ് ബെറ്ററാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു ജെനുവിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഓഫർ ലെറ്റർ കിട്ടും, ഇവർ ഏജൻസ് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് എളുപ്പമാണ് എന്ന് കരുതി അവിടെ കൊണ്ട് ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നിങ്ങൾ ടോസ് ഇട്ട് നോക്കുന്ന പോലെയാണ്. ഞാൻ പണ്ട് പറയുമായിരുന്നു, ടോസ് ഇടുന്ന അവസ്ഥയാണ് വിസ റിജക്ഷൻ്റെ ഇപ്പോഴത്തെ ഒരു റേഷ്യോ വെച്ചിട്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ആപ്ലിക്കേഷൻ വരുമ്പോൾ അവർ കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ശരിക്കും അതൊരു നല്ല പ്രൊഫൈലായിരിക്കും. അപ്പോൾ മടിയന്മാരായ കേസ് ഓഫീസേഴ്സ് അങ്ങ് ഓസ്ട്രേലിയയിലും കാണും. അപ്പോൾ അവർക്ക് ഇത്ര ഫയൽ കൊടുക്കും, അതിൽ നിന്ന് ഇത്രയേ ക്ലിയർ ചെയ്യാവുള്ളൂ, ഇത്രയും റിജക്റ്റ് ചെയ്യണമെന്നൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അവർ ചുമ്മാ നോക്കി എന്തെങ്കിലും റീസൺ വഴി റിജക്റ്റ് ചെയ്യും. പക്ഷേ അതിന് സിസ്റ്റമായ പോയിൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് അവരുടെ ഒരു ദൃഷ്ടിയിൽ അങ്ങനെ ഒരു അപകടം തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും GSനെ പറ്റി നന്നായി മനസ്സിലാക്കി മാത്രം ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ റിജക്ഷൻ ഉണ്ടാവുന്ന ചാൻസ് വളരെ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഫ്യൂ അൺലക്കി പീപ്പിൾ, നിങ്ങൾക്ക് വിസ റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ട. ഇനി ആരൊക്കെ വിസ റിജക്ഷൻ കിട്ടിയാലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് പറഞ്ഞു തരാം. തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് തന്നെ എത്താവുന്ന ഒരു പാത്ത് വേ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മേ ബി ഇറ്റ്സ് ന്യൂസിലാൻഡ്, മേ ബി ഇറ്റ്സ് അയർലൻഡ്, മേ ബി ഇറ്റ്സ് എനി അതർ കൺട്രി. അപ്പോൾ നിങ്ങളുടെ ഒരു സാഹചര്യം അനുസരിച്ച് ഏറ്റവും നല്ല സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ ഞങ്ങളെ കൗൺസിലേഴ്സ് റെഡിയാണ്. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണും വരേക്കും ദിസ് ഇസ് ജസ്വിൻ. അതിന് മുന്നൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളുടെ രാജ്യം വൈസുള്ള ഡിഫറൻസ് ഓഫ് വിസ സക്സസ് റേറ്റ് ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ കാണുന്നത് ശ്രീലങ്കയിൽ 88% ഫോളോഡ് ബൈ ബംഗ്ലാദേശ്. സർപ്രൈസിംഗ്ലി 84% വിസ സക്സസ് അവിടെയുണ്ട്. നേപ്പാളിൽ 70%, ഇന്ത്യയിൽ 61%, പാകിസ്ഥാനിൽ 43%. ആൻഡ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ കണ്ടേക്കാം. എന്നാലും ഹോല വേൾഡിന് 99% തന്നെ വിസ സക്സസ് ഉണ്ട്. 100% കൺസിസ്റ്റൻ്റ് എന്നുള്ള ഞങ്ങളുടെ റെക്കോർഡ് തരികയാണ്. പക്ഷേ സ്റ്റിൽ നമുക്ക് അതിനേക്കാളും ഒക്കെ ഞങ്ങൾ വിഷമിക്കുന്നത് നമ്മുടെ ആ സ്റ്റുഡൻറ്റിന്, ജെനുവിനായിട്ടുള്ള സ്റ്റുഡൻറ്റിന് റിജക്ഷൻ കിട്ടിയതിലുള്ള വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നന്നായി പ്രിപ്പയർഡ് ആവുക. അതിനുവേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ്.